ഏകാന്തരാവുകളിലെ പാലപ്പൂവിന്റെ ഗന്ധത്തെയും ദൂരെ കാറ്റിലുലയുന്ന കരിമ്പനെയും ഇവയുമായി അദൃശ്യബന്ധം പുലർത്തിയിരുന്ന സുന്ദരിയായ, അതേസമയം രക്തദാഹിയായ യക്ഷിയെയും ഭയന്നിരുന്ന തലമുറകളെ യക്ഷി എന്നാൽ ഒരു പനിനീർ പൂവിന്റെ ഗന്ധമൂലുന്ന പങ്കജുദാസിന്റെ ഗസൽ കേൾക്കുന്ന പോലെ സുമധുരമായ ഒരനുഭവമാക്കിയ, അവരെ ഓർത്ത് പരിതപിക്കാനും ഒന്ന് പ്രണയിക്കാൻ പോലും പഠിപ്പിച്ച ഒരു എഴുത്തുകാരൻ. സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരന്റെ ഭാഷയിൽ എഴുതിയ അസാധാരണക്കാരൻ, കഥകളുടെ സുൽത്താൻ, സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ തന്റെ നീലവെളിച്ചം എന്ന ചെറുകഥയെ വികസിപ്പിച്ച് തിരക്കഥാ രൂപത്തിൽ രേഖപ്പെടുത്തിയ കൃതിയാണ് ഭാർഗവീ നിലയം. പല സാഹിത്യകൃതികളും തിരക്കഥാരൂപത്തിലേക്ക് മാറ്റി എഴുതപ്പെടുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ട് ചിറകറ്റ് വീണ ചരിത്രമാണുള്ളത്. എന്നാൽ ഭാർഗവീ നിലയം എന്ന നോവലിനെയും അതേ പേരിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രത്തെയും തമ്മിൽ മികച്ചതെന്ന് വേർതിരിച്ചെടുക്കാനാവില്ല. ബഷീറിയൻ ശൈലിയിൽ പറഞ്ഞാൽ അവയെ ഏട് ചീന്തി വേർപെടുത്താൻ ശ്രമിക്കുന്ന പക്ഷം അവയുടെ അരികുകളിൽ രക്തം പൊടിയും. അവ അത്രമേൽ ചേർന്നിരിക്കുന്നു. ബഷീറിന്റെ കഥകളിൽ നമുക്കെന്നും ഏറ്റവും പ്രിയപ്പെട്ടവ അദ്ദേഹം ആത്മകഥാപരമായി സമീപിക്കുന്നവയാണ്. ആ ശൈലിയുടെ മകുടോദാഹരണം കൂടിയാണ് ഭാർഗവീ നിലയം. കഥയിലെ സാഹിത്യകാരനായി ജീവിതഭാരവും കുറെ സാധനങ്ങളുമായി ഒരു റിക്ഷാ വണ്ടിയിൽ നമുക്കും ഭാർഗവീ നിലയത്തിനും മധ്യത്തിലായി വന്നിറങ്ങുന്നത് സാക്ഷാൽ ബഷീർ തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ട് കഥാകാരൻ തിരിനീട്ടി വെക്കുന്ന ആ ഹരിക്കെയിൻ വിളക്കിലെ നാളത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ ക്യാൻവാസിൽ ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങുന്നു. ശ്രീ എ വിൻസെന്റ് ഭാർഗവീ നിലയത്തിന് ഒരു ചലച്ചിത്ര ഭാഷ്യം നൽകുന്നതിന് മുൻപ് തന്നെ ഭാർഗവിക്കുട്ടിയും അവളുടെ കളിചിരികൾ നിറഞ്ഞ വീടും സാഹിത്യകാരനും അയാളുടെ സുഹൃത്തുക്കളും കുതിരവട്ടവും നാണുകുട്ടനും വരെ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. ബഷീർ എന്ന മാന്ത്രികൻ പാത്രസൃഷ്ടിയിൽ മികവിന്റെ ഉത്തുംഗങ്ങൾ കീഴടക്കിയ കൃതി കൂടിയാണ് ഭാർഗവീ നിലയം. നാടോടിയായ കഥാകാരൻ കാലചക്രത്തോടൊപ്പം കറങ്ങി തന്റെ സുഹൃത്തുക്കൾ പാർക്കുന്ന, തന്നെ പോലെ തന്നെ പേരില്ലാത്ത ആ പട്ടണത്തിലെത്തുന്നത് ഒരു നോവൽ എഴുതാൻ വേണ്ടിയാണ്. കുറഞ്ഞ വടകയ്ക്ക് താമസിക്കാൻ അയാൾക്ക് വീണ് കിട്ടിയതാണ് ഭാർഗവീ നിലയം എന്ന ആ മണിമാളിക. എന്നാൽ ചില്ലറക്കാരിയല്ല അവിടുത്തെ അന്തേവാസി. ജീവിതത്തിൽ നിന്നും മരണത്തിലേക്ക് എടുത്തു ചാടിയ ഭാർഗവി എന്ന കുസൃതി കണ്ണുള്ള 18കാരിയായ ദുരാത്മാവ്. അവൾ മരിക്കാൻ തിരഞ്ഞെടുത്ത കിണറും ഒരു സ്മാരകം പോലെ ഇപ്പോഴും ആ വീട്ടുവളപ്പിലുണ്ട്. ഭാർഗവിയെ ഇന്നിലേക്ക് ബന്ധിപ്പിക്കുന്ന കഥാപാത്രമാണ് എമ്മൻ എന്ന എം നാണുക്കുട്ടൻ, ഭാർഗവിയുടെ മുറച്ചെറുക്കൻ. അവസാനം സത്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നതുവരേക്കും അയാളുടെ ദുരൂഹതയും അയാളിൽ നിന്ന് ബഹിർസ്ഫുരിക്കുന്ന ഭയവും കൃത്യമായി വരച്ചിടാൻ ബഷീറിനായി. ഭാർഗവീ നിലയത്തിന്റെ ജനപ്രീതിക്കും പുനർവായനയ്ക്കും മുഖ്യ കാരണമായി പറയാവുന്നത് അതിലെ കഥാകാരന്റെ നിർമ്മിതിക്ക് ബഷീർ നൽകിയ പല അടരുകളാണ്. കഥാഗതിക്കനുസരിച്ച് വായനക്കാരനെ കായലോളത്തിലെ ഉദകപ്പോളകൾ പോലെ ഏറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് ഭാർഗവിയെക്കുറിച്ച് അയാളുടെ ബോധ്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ്. കഥയുടെ തുടക്കത്തിൽ ഭാർഗവി എന്നത് അയാൾക്കൊരു മിത്താണ്. എന്നോ മരിച്ച ഒരു പെൺകുട്ടിയെയും ഒരു പഴയ മാളികയും ചേർത്ത് ആരോ ചമച്ച ഒരു കെട്ടുകഥ. എന്നാൽ അവിടെ കഴിച്ചുകൂട്ടിയ ചില രാത്രികളിലെ അനുഭവങ്ങൾ അയാളുടെ വിശ്വാസങ്ങളെ കീഴ്മേൽ മറിക്കുന്നു. അയാൾ പുച്ഛിച്ച ആ ആൾക്കൂട്ടത്തിൽ ഒരാളായി അയാൾ സ്വയം എടുത്തെറിയപ്പെടുന്നു. ഭാർഗവി എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ നിർബന്ധിതനാകുന്നു. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കാരണം ആ വീട് വിട്ടു പോകാൻ അയാൾക്കാകുന്നില്ല. മരണമെങ്കിൽ മരണം എന്ന നിലപാട് അയാൾ സ്വീകരിക്കുന്നു. അവിടുന്ന് അങ്ങോട്ട് ഭാർഗവിയുടെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നത് വരെ ജീവിച്ചിരിക്കുക എന്ന ചിന്തയാണ് കഥാകാരൻ. ആദ്യത്തെ പകപ്പിന് ശേഷം അവളോട് സംസാരിക്കുക വഴി ഒരു സൗഹൃദം രൂപപ്പെടുത്താനും ആ വീട് പങ്കിടാനുമാണ് അയാൾ ശ്രമിക്കുന്നത്. എന്നാൽ പതിയെ പതിയെ ഭാർഗവിക്ക് തന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശമില്ല എന്ന തിരിച്ചറിവിൽ അയാൾ സൗഹൃദത്തിന്റെ കൂടുതൽ വാതായനങ്ങൾ അവൾക്ക് മുന്നിൽ തുറന്നിടുന്നു. അവൾക്ക് വായിക്കാൻ പുസ്തകങ്ങളും കേൾക്കാൻ ഗ്രാമഫോണും വരെ മുറിയിൽ വെച്ചാണ് അയാൾ എന്നും പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ ഔപചാരികതയുടെ എല്ലാ ബന്ധനങ്ങളും നീങ്ങി ഒരു ചിരകാല സുഹൃത്തിനോടെന്ന പോലെ അയാൾ ഭാർഗവിയോട്, അല്ല ഭാർഗവി കുട്ടിയോട് സംസാരിച്ചു തുടങ്ങുന്നു. മറുപടികൾ ഇല്ലെങ്കിൽ പോലും ആ സുഹൃത്ത് ബന്ധത്തിന്റെ സ്വാഭാവിക പരിണാമമായി തന്നെയാണ് അവളുടെ പൂർവ്വകാലത്തെക്കുറിച്ച് അറിയാനുള്ള കൗതുകം അയാൾ ജനിക്കുന്നത്. എന്നാൽ മുൻ തലമുറയിലൂടെ കേട്ടറിഞ്ഞവർ പറഞ്ഞു പരത്തിയ രക്തദാഹിയായ ഭാർഗവിയെ അല്ല അവളുടെ ഇന്നലകളിലേക്ക് നടന്നിറങ്ങിയ സാഹിത്യകാരൻ കണ്ടറിയുന്നത്. സുഹൃത്തുക്കളുടെ കുസൃതി കുടുക്കിയായ, അവരോടൊപ്പം നൃത്തം ചെയ്തിരുന്ന, പാട്ടുപാടിയിരുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ആ വീട്ടിലെ പൊന്നോമനയായ ജീവസുറ്റ ഭാർഗവിയെ,
അവൾ തൻ്റെ സർവസ്വമായി കണ്ട് പ്രണയിച്ച ശശികുമാർ എന്ന ചെറുപ്പക്കാരനെ. അയാളിൽ നിന്നേറ്റ പ്രണയനൈരാശ്യമാണത്രേ അവൾ ജീവൻ അവസാനിപ്പിക്കാൻ കാരണം. തിരസ്കൃത പ്രണയത്തിന്റെ ബലിയാടായിരുന്നു അവളെന്ന തിരിച്ചറിവിൽ അവളോട് അലിവാണ് കഥാകാരൻ ഉണ്ടാകുന്നത്. നിത്യചെലവിനായി ഉടനൊരു നോവൽ എഴുതിയേ തീരൂ എന്ന സ്വാർത്ഥത കൂടി കൊണ്ടായിരിക്കണം ഭാർഗവിയുടെ മൗനാനുവാദത്തോടുകൂടി അവളുടെ കഥ എഴുതാൻ അയാൾ തീരുമാനിക്കുന്നത്. അവിടെ മുതലാണ് അയാളുടെ ജീവിതത്തിനും ഭാർഗവിയുടെ മരണാനന്തര ജീവിതത്തിനും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇവിടെ നോവലിസ്റ്റിന്റെയും ഭാർഗവിയുടെയും ഇടയിലേക്ക് വേല അന്വേഷിച്ച് ചെറിയ പരീക്കണ്ണി എന്ന വിശപ്പൊടുങ്ങാത്ത ശിശു സമാനനായ ഒരു നിഷ്കളങ്ക വ്യക്തിത്വം കൂടി വരികയാണ്. എഴുത്തുകാരന് മുന്നിൽ പോലും വെളിപ്പെടാത്ത ഭാർഗവിക്കുട്ടിയെ നേരിട്ട് കാണുകയും അവളുടെ സ്വത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ ഉള്ളു തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ചെറിയ പരീക്കണ്ണി. പൂത്തിരി കൊച്ചമ്മ എന്ന പരീക്കണ്ണിയുടെ വിളിയിൽ തന്നെയുണ്ട് അയാൾക്ക് യജമാനത്തിയോടുള്ള സ്നേഹം. ഈ ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും ഭാർഗവി ഒരു ആത്മാവാണ് എന്നത് മിക്കപ്പോഴും നോവലിസ്റ്റ് മറന്നു പെരുമാറുന്നതും നമുക്ക് കാണാം. കൺമുന്നിലുള്ള ഒരു കൗമാരക്കാരിയുടെ കുസൃതികളോടെന്ന പോലെയാണ് അയാൾ അവളോട് കലമ്പുകയും അവളെ ശാസിക്കുകയും ചെയ്യുന്നത്. ഒടുവിൽ ചെറിയ പരീക്കണ്ണിയിലൂടെ സ്ഥിതിവിഗതികൾ അറിഞ്ഞ അയാളുടെ സുഹൃത്തുക്കൾ ഇനി പോകരുത് എന്ന് തടയുമ്പോഴും ഭാർഗവിക്കുട്ടി എന്ന അയാളുടെ യാഥാർത്ഥ്യത്തിലേക്കാണ് കഥാകാരൻ തിരികെ നടക്കുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുന്നതോടെ അയാളുടെ അന്വേഷണങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. എങ്കിലും ഒടുവിൽ താൻ എഴുതിക്കൂട്ടിയ ഭാർഗവിയുടെ കഥ അവൾക്ക് കേൾക്കാൻ എന്നതുപോലെ ആ കിണറിനരികത്തായി നിന്ന് അയാൾ വായിച്ചു കേൾപ്പിക്കുന്നു. അവിടേക്ക് കടന്നു വരുന്ന എമ്മൻ താനായിരുന്നു ഭാർഗവിയുടെയും അവൾ സ്നേഹിച്ച ശശികുമാറിന്റെയും മരണത്തിന് പിന്നിൽ എന്ന നോവലിസ്റ്റിന്റെ കണ്ടുപിടുത്തത്തെ ഒരു ക്രൂരമായ ചിരിയോടെ അനുമോദിക്കുന്നു. ആ കഥാന്ത്യത്തിൽ ഭാർഗവിക്ക് ലഭിച്ച നീതി പോലെ ഭാർഗവിയെ നാണുക്കുട്ടൻ തള്ളിയിട്ട് കൊന്ന അതേ കിണറ്റിലേക്ക് വീണ് അയാളും അവസാനിക്കുന്നു. ഭാർഗവിയുടെ ആത്മാവിനോട് നോവലിസ്റ്റ് വിട ചോദിക്കുന്ന അവസാന രംഗത്ത് വായനക്കാരായ നാമും ഉള്ളുനീട്ടുന്ന നോവോടെ ആ സത്യം മനസ്സിലാക്കുന്നു. അവിശ്വാസത്തിനും ഭയത്തിനും കൗതുകത്തിനും സൗഹൃദത്തിനും ദയാവായ്പിനും കലഹങ്ങൾക്കുമൊക്കെ അപ്പുറം അയാൾ എവിടെയോ വെച്ച് അവളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. തിരിച്ചു ഭാർഗവിക്കുട്ടിയോ അറിയില്ല. എങ്കിലും വർഷങ്ങളേറെയായിട്ടും മലയാളിയുടെ ഓർമ്മത്താളുകളിൽ ഹൃദയരക്തം കൊണ്ട് ചാലിച്ച ആ വാക്കുകൾ കോറിയിടപ്പെട്ടിരിക്കുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ് ഓഫ് ഡയലോഗ് ഇൻ മലയാളം ലിറ്ററേച്ചർ ഹിസ്റ്ററി. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നും ഞാൻ മാത്രം അവശേഷിക്കാൻ പോവുകയാണ്. ഞാൻ മാത്രം.